പി നായരിലേക്ക്. രാജു പി നായർ, കഴിഞ്ഞ തവണ UDF നേടിയ വിജയത്തിന് ഒരു മങ്ങലുണ്ടാകുമെന്നാണ് പ്രീപോൾ സർവേ പറയുന്നത്. ചുരുങ്ങിയത് പരമാവധി 17 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതിൽ രണ്ടിടത്ത് ടൈറ്റ് മത്സരമായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ 17 സീറ്റുകൾ വരെ UDF നേടാം, പരമാവധി 5 സീറ്റുകൾ വരെ LDF നേടിയേക്കാം. അതായത് 3 മുതൽ 5 വരെ സീറ്റുകൾ LDF നേടിയേക്കാം, 15 മുതൽ 17 വരെ സീറ്റുകൾ UDFും നേടിയേക്കാം എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഈ സർവേ ഫലത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ രാജു? ഇല്ല, അങ്ങനെ സർവേ ഫലങ്ങളിലൊന്നും ഒരിക്കലും ഞങ്ങൾ അമിതമായ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ചില സൂചനകളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഇൻപുട്ട് കിട്ടുന്നുള്ളതിനപ്പുറം ഒരു പ്രീപോൾ സർവേയിലോ ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു 12 സീറ്റ് UDFും അല്ല 12 സീറ്റ് UDFും LDFിന് 8 സീറ്റും എന്നായിരുന്നു 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രീപോൾ സർവേ. പക്ഷേ ഫലത്തിൽ വന്നത് എന്താണെന്ന് അറിയാം. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കേരളം സംഘപരിവാർ വിരുദ്ധ മണ്ണാണ്. ആ സംഘപരിവാർ വിരുദ്ധ വികാരം 2019 കൂടുതൽ ശക്തിയോടുകൂടി നരേന്ദ്രമോദിയെയും RSSനെയും പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മണ്ണാണ്. അവിടെ വളരെ ശക്തമായിട്ട് കേരളത്തിലെ മതേതര സമൂഹത്തിന് അറിയാം, രാജ്യത്ത് ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയും ഫാസിസത്തിനെതിരെയും RSSനെതിരെയും ശക്തിപ്പെടേണ്ടത് കോൺഗ്രസ് ആണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് എടുക്കുന്ന അത്ര ശക്തമായ മോദി വിരുദ്ധ വികാരം പ്രകടിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ പിണറായി വിരുദ്ധ വികാരമാണ് അതിശക്തമായി പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ഇനി താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സർവേയിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും പറയുന്ന ഒരു കാര്യം പ്രതിപക്ഷം പോരാ എന്നുള്ളതാണ്. എല്ലാ മണ്ഡലങ്ങളിലും സർവേയിലും പ്രതിപക്ഷം പോരാ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പിണറായി സർക്കാരും പോരാ, മോദി സർക്കാരും പോരാ, അതോടൊപ്പം പ്രതിപക്ഷവും പോരാ. അല്ല, അതൊക്കെ ചില ആൾക്കാർക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ. പക്ഷെ വസ്തു നിരത്തി അത് പ്രതിപക്ഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിന് വസ്തു നിരത്തി പറയാൻ സാധിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളുടെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടൊക്കെ നമുക്കറിയാലോ. പിന്നെ കേരളത്തിൽ BJPക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് തന്നെയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഈ ഗ്യാപ്പില്ലാതെ ഇഷ്യൂസ് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ അത് വരുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം CPMനെതിരെയും പിണറായി വിജയനെതിരെ ആവും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയനും BJPയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഈ സർവേ നടക്കുമ്പോൾ സർവേയിൽ ഉടനീളം നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു ആന്റി പിണറായി തരംഗം നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുതൽക്കൂട്ട് എന്താണ്? അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണോ, അതോ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾ ഉയർന്നു പ്രവർത്തിച്ചതാണോ, അതോ ഈ സർക്കാരും വേണ്ട, കേന്ദ്രത്തിലെ മോദി സർക്കാരും വേണ്ട എന്നുള്ള ജനങ്ങളുടെ പൊതു അഭിപ്രായമാണോ? ഏതാണ് നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മുതൽക്കൂട്ട് ഒന്ന് സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ്. RSSനെതിരെയും BJPക്കെതിരെയും ഒരു കാലത്തും സന്ധി ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ്. മറുഭാഗത്ത് പിണറായി വിജയൻ തൻ്റെ കേസുകളുടെ എല്ലാ കാര്യത്തിലും BJP ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2019 എക്സാലോജിക്കെതിരെ ED അന്വേഷണം നടത്തിയിട്ടും ROC അന്വേഷണം നടത്തിയിട്ടും സുരേന്ദ്രൻ 4 വർഷക്കാലം ഒരക്ഷരം അതിനെ സംബന്ധിച്ച് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ആഴത്തിൽ CPMും BJPയും തമ്മിൽ പിണറായി വിജയൻ, ഞാൻ CPM മൊത്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പിണറായി വിജയനും BJPയും തമ്മിൽ സെറ്റിൽമെന്റ് നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള. പിന്നെ കേരളത്തിൽ അറിയാലോ, ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് EMS ഉൾപ്പെടെയുള്ള അന്നത്തെ